എത്ര അധ്വാനിച്ചിട്ടും കടബാധ്യതകൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം മനസ്സിന് ഒട്ടും സമാധാനമില്ലാത്ത അവസ്ഥയിലാണോ? എങ്കിൽ ദാരിദ്ര്യ ദുഃഖങ്ങൾ അകറ്റി ഐശ്വര്യവും സമ്പത്തും വരാൻ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട ഏറ്റവും ലളിതവും എന്നാൽ അതീവ ശക്തിയുള്ളതുമായ ഒരു വഴിപാടിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അത് മറ്റൊന്നുമല്ല, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട അവിൽ നിവേദ്യം വഴിപാടാണ്. എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണന് അവിൽ നിവേദ്യം വഴിപാട് ഇത്രയേറെ സവിശേഷമായത് എന്നറിയാമോ? നമ്മൾ കുചേലന്റെ കഥ ഓർക്കണം. അതിദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന കുചേലൻ തൻ്റെ സങ്കടങ്ങൾ പറയാനാണ് ഉറ്റ സുഹൃത്തായ ദ്വാരകാധീശൻ ശ്രീകൃഷ്ണനെ കാണാൻ പോയത്. ഭഗവാൻ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആകെയുണ്ടായിരുന്നത് ഒരു കീറിയ തുണിയിൽ പൊതിഞ്ഞ ഒരു പിടി അവിൽ മാത്രമാണ്. ആ അവിൽ ഭഗവാൻ അതീവ സന്തോഷത്തോടെ വാങ്ങിക്കഴിച്ചു. തൻ്റെ സങ്കടങ്ങൾ ഭഗവാനോട് പറയാൻ പോലും കുചേലൻ മറന്നു. എങ്കിലും ഭഗവാൻ എല്ലാം അറിഞ്ഞു. കുചേലൻ തിരികെ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് ദാരിദ്ര്യം മാറി സർവ്വ ഐശ്വര്യങ്ങളോടെയും തിളങ്ങി നിൽക്കുന്ന തൻ്റെ ഭവനമാണ്. അതാണ് ശ്രീകൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടായ അവിൽ നിവേദ്യത്തിൻ്റെ പിന്നിലുള്ള കഥ. ഇതുപോലെ തന്നെ നമ്മൾ പൂർണ്ണ ഭക്തിയോടെ സമർപ്പിക്കുന്ന ഒരു പിടി അവിലും ഭഗവാൻ സ്വീകരിക്കും. കടബാധ്യതകൾ മാറാൻ ഭഗവാൻ സഹായിക്കും. ഈ വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഏത് ദിവസം ചെയ്യാമെങ്കിലും ബുധനാഴ്ച ദിവസങ്ങളിലോ വ്യാഴാഴ്ചകളിലോ അല്ലെങ്കിൽ രോഹിണി നക്ഷത്ര ദിവസമോ ഈ വഴിപാട് നടത്തുന്നത് ഇരട്ടി ഫലം നൽകും. അതുമല്ലെങ്കിൽ 12 ബുധനാഴ്ചകളിൽ അല്ലെങ്കിൽ 41 ദിവസത്തെ ഒരു മണ്ഡലകാലം തുടർച്ചയായും ഈ വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഒരു വർഷം മുഴുവൻ മാസത്തിൽ ഒരിക്കൽ നമ്മുടെ ജന്മനക്ഷത്ര ദിവസമോ അല്ലെങ്കിൽ എല്ലാ മാസത്തെയും ഒരു പ്രത്യേക ബുധനാഴ്ച വെച്ചിട്ടോ ഒരു വർഷം മുഴുവൻ ഈ വഴിപാട് നടത്തുന്നത് വളരെ വലിയ ഫലം നൽകുന്നതാണ്. നമ്മുടെ സാമ്പത്തിക ബാധ്യത അനുസരിച്ചിട്ട്, നമ്മുടെ സാമ്പത്തിക ബാധ്യതയുടെ തീവ്രത അനുസരിച്ചിട്ട് നമുക്ക് എത്ര കാലം വേണം എന്നുള്ളത് നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുക. ഒരു വർഷമോ അല്ലെങ്കിൽ 12 ബുധനാഴ്ചകൾ അല്ലെങ്കിൽ 41 ദിവസം തുടർച്ചയായിട്ടോ ഈ വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ക്ഷേത്രത്തിലാണ് നമ്മൾ അവിൽ നിവേദ്യത്തിനായി സമർപ്പിക്കുന്നതെങ്കിൽ അവിടെ പ്രത്യേക രസീത് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് കഴിപ്പിച്ച് ഭഗവാന് അവിൽ നിവേദിക്കുക. നമ്മൾ വീട്ടിൽ വെച്ചാണ് അവിൽ നിവേദിച്ച് പ്രാർത്ഥിക്കുന്നതെങ്കിൽ വൃത്തിയുള്ള ഒരു താലത്തിൽ അവിൽ, ശർക്കര, കൽക്കണ്ടമോ തേങ്ങാക്കൊത്തൊക്കെ വെച്ച് ഭഗവാന് നെയ്വിളക്ക് കൊളുത്തി വെച്ചും അതിന് മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വഴിപാട് നടത്തുമ്പോൾ വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ, പൂർണ്ണമായ സമർപ്പണ ബോധം വേണം. എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റാൻ ഭഗവാൻ മാത്രമേ സാധിക്കൂ എന്ന വിശ്വാസത്തോടെ വേണം പ്രാർത്ഥിക്കാൻ. വഴിപാട് നടത്തുന്നതോടൊപ്പം ഈ മന്ത്രം കൂടി ജപിക്കാവുന്നതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിച്ചുകൊണ്ട് വഴിപാട് സമർപ്പിക്കുക. ഭഗവാനെ, കുചേലൻ്റെ ദാരിദ്ര്യം മാറിയതുപോലെ എൻ്റെ സാമ്പത്തിക ബാധ്യതകളും വിഷമങ്ങളും മാറ്റിത്തരണമേ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. വഴിപാട് കഴിഞ്ഞ് കിട്ടുന്ന അവിൽ പ്രസാദം കുടുംബാംഗങ്ങളും നമുക്കെല്ലാവർക്കും കഴിക്കാവുന്നതാണ്. വിശ്വാസത്തോടെയും ശുദ്ധിയോടെയും നിങ്ങൾ ഈ വഴിപാട് നടത്തി നോക്കൂ. നിങ്ങളുടെ അധ്വാനത്തിനോടൊപ്പം ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകുമ്പോൾ വലിയ കടബാധ്യതകളിൽ നിന്ന് പോലും വളരെ പെട്ടെന്ന് മോചനം ലഭിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ആത്മീയമായ അറിവുകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.